പശ്ചിമഘട്ടം ആകെ തകർക്കപ്പെട്ടിരിക്കുന്നു. ഇനിയും നടപടിയെടുത്തില്ലെങ്കിൽ കേരളത്തെ കാത്തിരിക്കുന്നത് വൻ ദുരന്തമാണ്. അതിന് നിങ്ങൾ വിചാരിക്കും പോലെ യുഗങ്ങളൊന്നും വേണ്ട, 4-5 വർഷം മാത്രം മതി. അന്ന് ഞാനും നിങ്ങളും ജീവിച്ചിരിപ്പുണ്ടാകും. ആരാണ് കള്ളം പറയുന്നത്, ഭയപ്പെടുത്തുന്നതെന്ന് നിങ്ങൾക്ക് തന്നെ അന്ന് മനസ്സിലാകും. ഇപ്പോൾ മിക്ക പേരുടെയും വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം സ്റ്റാറ്റസ് ഒക്കെ ഇതൊക്കെ തന്നെയാണല്ലേ. ഇത് പറഞ്ഞിരിക്കുന്നത് മറ്റാരുമല്ല, ഇന്ത്യൻ എക്കോളജിസ്റ്റ് ആയിട്ടുള്ള മാധവ് ഗാഡ്ഗിലാണ്. ഒരിക്കൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിനെയും പുച്ഛിച്ചവർ തന്നെയാണ് ഇന്ന് അദ്ദേഹവും ഗാഡ്ഗിൽ റിപ്പോർട്ടും എല്ലാം ശരിയായിരുന്നു എന്നുള്ള വാദങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത്. കേരളത്തെ തുടർച്ചയായി വിഴുങ്ങുന്ന പ്രകൃതി ദുരന്തങ്ങൾക്ക് പിന്നിലുള്ള കാരണം എന്താണ്? യഥാർത്ഥത്തിൽ ഏവരും തിരിച്ചറിയാതെ പോയ ഗാഡ്ഗിൽ റിപ്പോർട്ട് എന്തായിരുന്നു? എന്തിനായിരുന്നു അത് തള്ളിക്കളഞ്ഞത്? ഇതെല്ലാമാണ് ഇന്ന് ടോക്ക് സ്പേസിലൂടെ സംസാരിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഞാൻ സ്വാതിശ്രീ KS. Let us talk about everything. Welcome back to Talk Space. സഹ്യസാനുശ്രുതി ചേർത്ത് വെച്ച മണിവീണയാണ് എൻ്റെ കേരളം. ഈ ഒരു പാട്ടും വരികളും എല്ലാം കേരള ജനതയെ ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്. നമ്മെ എന്നും സംരക്ഷിക്കുന്ന പർവ്വത നിരകളാണ് സഹ്യപർവ്വത മലനിരകൾ അല്ലെ. തലയെടുപ്പോടുകൂടി അതിര് കവിഞ്ഞ സൗന്ദര്യത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ പർവ്വത നിരകൾ ലോകത്തിലെ തന്നെ അതിമനോഹരമായ ഇടങ്ങളിൽ ഒന്നാണ്. നമുക്കറിയാം, 6 സംസ്ഥാനങ്ങളിലായി, അതായത് 44 ജില്ലകളിലായി നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണ് ഈ പശ്ചിമഘട്ടം. അതായത് ഡെക്കാൻ പീഠഭൂമിയുടെ പടിഞ്ഞാറൻ അതിരിലൂടെ അറബിക്കടലിന് സമാന്തരമായി സ്ഥിതി ചെയ്യുന്ന ഈ പർവ്വത നിരകളാണ്. ഗുജറാത്ത്, അതുപോലെ തന്നെ മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരളം, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളുമായാണ് ഇത് വ്യാപിച്ചു കിടക്കുന്നത്. ഒരുപാട് ജീവജാലങ്ങൾ വസിക്കുന്ന, ഒരുപക്ഷെ നമ്മൾ ഇതുവരെ കാണുകയോ അല്ലെങ്കിൽ കേൾക്കുകയോ പോലും ചെയ്യാത്ത ഒട്ടനവധി ജീവജാലങ്ങൾ വസിക്കുന്ന ഒരു മേഖലയാണ് ഈ പശ്ചിമഘട്ടം. ശരിക്കും പറഞ്ഞാൽ ഹിമാലയ പർവ്വത നിരകളെക്കാൾ പ്രായം ഈ ഒരു പശ്ചിമഘട്ടത്തിനുണ്ട്. ഈ പറഞ്ഞ 6 സംസ്ഥാനങ്ങളിലെയും പല നദികളും ഉത്ഭവിക്കുന്നത് എവിടെയാണ്? ഈ സഹ്യപർവ്വത നിരകളിൽ നിന്നുമാണ്. അത്രയും വൈവിധ്യമാർന്ന നമ്മുടെ ജീവൻ നിലനിർത്തുന്നതിന് കാരണമായിട്ടുള്ള ഈ പർവ്വത നിരകളുടെ സംരക്ഷണവും നമുക്ക് തന്നെയാണ് വേണ്ടത്. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? നമ്മെ സംരക്ഷിക്കുന്ന ഈ വെസ്റ്റേൺ ഗാർഡ്സിനെ ഇഞ്ചിഞ്ചയായി ഇല്ലായ്മ ചെയ്യുകയാണ്. മനം നശീകരിച്ചും അനധികൃതമായിട്ട് കയ്യേറിയും ഇതിനെ ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പറയുന്നത് പോലെ ഇത്തരത്തിലുള്ള ലാൻഡ് സ്ലൈഡുകളും അല്ലെങ്കിൽ ഉരുൾപൊട്ടലുകളും എല്ലാം ഉണ്ടാകുന്നത് പ്രകൃതി കോപിക്കുന്നത് കൊണ്ടാണ് എന്നാണ് അല്ലെ. എല്ലാവരും പറയുന്ന കാര്യമാണ്, പ്രകൃതി കോപിക്കുന്നതുകൊണ്ടാണ് ഇതെല്ലാം ഉണ്ടാകുന്നത്. അവിടെ കോപമല്ല, പ്രകൃതിയുടെ നിസ്സഹായ അവസ്ഥയാണ്. കാരണം ഒരു അസുഖം വന്നാൽ നമ്മൾ അവശരാകുന്നത് പോലെ തന്നെയാണ് മനുഷ്യന്റെ ചെയ്തികളിൽ വെസ്റ്റേൺ ഗാർഡ്സ് അവശതയിലാവുകയാണ് ചെയ്യുന്നത്. അത് പിന്നീട് ഇത്തരത്തിലുള്ള വലിയ ദുരന്തങ്ങളിലേക്ക് കലാശിക്കുകയും ചെയ്യുന്നു. ഇതിനെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായാണ്, അല്ലെങ്കിൽ ഈ വെസ്റ്റേൺ ഗാർഡ്സ് നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ പഠിക്കാനും വേണ്ടിയാണ്, അതിനുള്ള പരിഹാരം കണ്ടെത്തുന്നതിനും എല്ലാം വേണ്ടിയാണ് മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് ഫോറസ്റ്റ് ഓഫ് ഇന്ത്യ, അതായത് 2010 മാർച്ചിൽ ഒരു കമ്മീഷൻ നിയോഗിക്കുന്നുണ്ട്. ഇതിനെയാണ് വെസ്റ്റേൺ ഗാർഡ്സ് എക്കോളജി പാനൽ എന്ന് അറിയപ്പെടുന്നത്. അതിന്റെ ചെയർമാൻ ആയിരുന്നു മാധവ് ഗാഡ്ഗിൽ. ഇദ്ദേഹത്തിന്റെ ഈ പേരിൽ നിന്നാണ് ഗാഡ്ഗിൽ റിപ്പോർട്ട് ഉദിക്കുന്നത് തന്നെ. പശ്ചിമഘട്ടം സംരക്ഷിക്കുന്നതിനും അതിലെ നിലവിലെ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിനും അതിനെല്ലാം വേണ്ടിയും വലിയ രീതിയിലുള്ള പഠനങ്ങളെല്ലാം ഗാഡ്ഗിൽ കമ്മീഷൻ നടത്തിയിരുന്നു. അതിനുവേണ്ട എല്ലാ പോംവഴികളും ഗാഡ്ഗിൽ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു. അതായത് പശ്ചിമഘട്ടത്തിന്റെ പാരിസ്ഥിതിക അവസ്ഥ വിലയിരുത്തുക, അല്ലെങ്കിൽ പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ കണ്ടുപിടിക്കുക, അതിർത്തികൾ നിർണയിച്ച് സെൻസിറ്റീവ് സോൺസ് തരംതിരിക്കുക, അങ്ങനെ ഒരുപാട് ലക്ഷ്യങ്ങൾ ഈ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു. ഗാഡ്ഗിൽ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് പരിസ്ഥിതി ലോല പ്രദേശങ്ങളെയും അതുപോലെ തന്നെ ഈ സെൻസിറ്റീവ് ആയിട്ടുള്ള സോൺസ് ഇവയെല്ലാം 3ആയിട്ട് തരംതിരിച്ചു. ഒപ്പം മൊത്തം മലനിരകളെയും എക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയ ആയിട്ട് പ്രഖ്യാപിക്കുകയും എന്നതായിരുന്നു ഇവരുടെ ഉദ്ദേശം.
നിരവധി നാളത്തെ ചർച്ചകളും അല്ലെങ്കിൽ പഠനങ്ങൾക്കും ഒടുവിലാണ് 522 പേജുള്ള റിപ്പോർട്ട് 2011 കേന്ദ്ര സർക്കാരിന് മുമ്പിൽ ഇവർ സമർപ്പിച്ചത്. റിപ്പോർട്ട് സമർപ്പിച്ച് ഏറെ നാളുകൾ ഇതൊന്നും ആരും നോക്കിയത് പോലുമില്ല. അതായത് ഈ ഒരു റിപ്പോർട്ട് കുറെ കാലം വെളിച്ചം കാണാതെ പൊടി അടിച്ചിരുന്നു എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. അവസാനം വിവരാവകാശ നിയമത്തിലൂടെയാണ് റിപ്പോർട്ട് പൊതുജനങ്ങൾക്ക് മുൻപിലേക്ക് പ്രസിദ്ധീകരിക്കുന്നത് തന്നെ. റിപ്പോർട്ടിൽ പറയുന്നത് പ്രകാരം തരംതിരിച്ച സോണുകളിൽ, അതായത് സോൺ 1 യാതൊരു തരത്തിലുമുള്ള ഈ മൈനിങ് നടത്താൻ അനുവദിക്കുകയില്ലായിരുന്നു. ഇതുപോലെ തന്നെയാണ് സോൺ 2 3 ഉള്ളത്. ധാരാളം നിയന്ത്രണങ്ങൾ ഈ 3 സോണുകളിലും ഉണ്ട്. ഇപ്പോൾ മനസ്സിലായല്ലോ എന്തുകൊണ്ടാണ് ഈ റിപ്പോർട്ട് വെളിച്ചം കാണാതെ കിടന്നത് എന്നുള്ള കാര്യം. ഒരുപാട് നിർദ്ദേശങ്ങൾ അന്ന് ഗാഡ്ഗിൽ റിപ്പോർട്ടിൽ സമർപ്പിച്ചിരുന്നു. ഇപ്പം ഈ തേയില, കാപ്പി, ഏലക്ക, അതുപോലെ റബ്ബർ, വാഴ, പൈനാപ്പിൾ തുടങ്ങിയ മണ്ണൊലിപ്പിന് കാരണമായിട്ടുള്ള ഈ കൃഷികൾ നിരോധിക്കണമെന്നായിരുന്നു ആദ്യത്തെ ഒരു നിർദ്ദേശം. തികച്ച ഒരു എക്കോ ഫ്രണ്ട്ലി എന്ന് തന്നെ പറയാം ഈ ഒരു റിപ്പോർട്ട്. ഒന്ന് ആലോചിച്ചാൽ ഇപ്പോൾ ഉരുൾപൊട്ടിയതും മണ്ണൊലിപ്പ് ഉണ്ടായ പ്രദേശങ്ങളും എടുത്തു നോക്കുകയാണെങ്കിൽ ഭൂരിഭാഗം പ്രദേശങ്ങളും ഇതുപോലെ കൃഷി ചെയ്യുന്ന പ്രദേശങ്ങൾ തന്നെയാണ്. അതുപോലെ തന്നെ മറ്റൊരു നിർദ്ദേശമായിരുന്നു പ്ലാസ്റ്റിക് ഉപയോഗം പൂർണ്ണമായിട്ട് നിർത്തുക. ഇവ സോണായി തിരിച്ച 3 സോണുകളും 10 വർഷം കൊണ്ട് ജൈവ കൃഷിയിലേക്ക് മാറണം എന്നുള്ളതായിരുന്നു മറ്റൊരു നിർദ്ദേശം. ഇവിടെ ഒന്നും കൂടുതൽ പുരോഗമനങ്ങൾ നടത്താൻ പാടില്ല. അതായത് ഹിൽ സ്റ്റേഷൻ അല്ലെങ്കിൽ സാമ്പത്തികമായി കെട്ടിപ്പൊക്കാൻ ഉദ്ദേശിക്കുന്ന എന്തെങ്കിലും ഈ പുരോഗമനങ്ങൾ ഇതെല്ലാം ഒഴിവാക്കണം. അതുപോലെ പൊതുഭൂമി സ്വകാര്യവൽക്കരിക്കാൻ പാടില്ല. മറ്റൊന്ന്, വനഭൂമി മറ്റൊരു ആവശ്യത്തിനായിട്ട് ഉപയോഗിക്കാൻ പാടില്ല. കൃഷിഭൂമി കൃഷിക്കായിട്ട് മാത്രമായിട്ട് അവിടെ ഉപയോഗിക്കുക, മറ്റൊന്നിനും ഉപയോഗിക്കാൻ പാടില്ല. 2016 സോൺ 1 നടക്കുന്ന എല്ലാ മൈനിങ്ങും നിർത്തണം. എന്നാൽ സോൺ 2 3 നടത്തിക്കൊണ്ടിരിക്കുന്ന ഖനനത്തിന് മുന്നോട്ട് കൊണ്ടുപോവുകയൊക്കെ ചെയ്യാം. പക്ഷെ അവിടെ ഒരു കാര്യമുണ്ട്, അത്തരത്തിലുള്ള മൈനിങ് അവിടെ നടത്തുന്നതിൽ അവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ള ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. കൂടാതെ തന്നെ അതിനടുത്ത് താമസിക്കുന്ന പ്രദേശവാസികളിൽ നിന്നും സമ്മതവും വാങ്ങണം, എങ്കിൽ അവിടെ ഖനനം നടത്താം. സോൺ 1 ഒരു കാരണവശാലും ഈ മണൽ വാരൽ, അതുപോലെ തന്നെ പാറ പൊട്ടിക്കൽ ഇതൊന്നും അനുവദിക്കരുത്. ഇത്തരത്തിലുള്ള ഒരുപാട് നിയന്ത്രണങ്ങളാണ് ഗാഡ്ഗിൽ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത്. ഇതുകൊണ്ട് തന്നെയൊക്കെയാണ് ഇത് വലിയ വിമർശനങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ ഇതിനൊക്കെ വിധേയമായത്. ഇത്തരത്തിൽ പ്രതിഷേധങ്ങൾക്ക് ഉണ്ടാകാനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് പ്രദേശവാസികൾ തന്നെയാണ്. അതായത് അവരുടെ ജീവന് ഭീഷണിയും അല്ലെങ്കിൽ അവരുടെ വീടും നാടും വിട്ടു പോകേണ്ടി വരും എന്നുള്ള തെറ്റായ ധാരണകൾ അവരിൽ അടിച്ചേൽപ്പിച്ചതിനെ തുടർന്നുണ്ടായ പ്രതിഷേധങ്ങളായിരുന്നു ഇതെല്ലാം. ഇത്തരത്തിലുള്ള തെറ്റിദ്ധാരണകൾ സാധാരണ ജനങ്ങളിലേക്ക് കുത്തിവെച്ചത് മറ്റാരുമല്ല, ഈ വലിയ വലിയ ലോബികളും അവരെ താങ്ങി നിന്ന രാഷ്ട്രീയ പ്രവർത്തകരും ഒക്കെ ആയിരുന്നു. ഇവർ ജനങ്ങളുടെ ഇടയിലേക്ക് വ്യാജ വാർത്ത പ്രചരിപ്പിച്ചു. അതായത് നിങ്ങൾക്ക് ഉടൻ തന്നെ എല്ലാം നഷ്ടപ്പെടേണ്ടി വരും, എല്ലാം ഉപേക്ഷിച്ച് പോകേണ്ടി വരും എന്നുള്ള വ്യാജ വാർത്തകൾ അവർ പ്രചരിപ്പിച്ചു. ഇത്തരത്തിലുള്ള ഈ വ്യാജ പ്രചരണങ്ങൾ ഏറ്റവും കൂടുതൽ പ്രചരിപ്പിച്ചത് എവിടെയാണ്? ഈ കൃഷിയെ മാത്രം ആശ്രയിച്ചിരുന്ന് ഹൈറേഞ്ച് ഭാഗത്ത് താമസിച്ചു വരുന്ന നിരക്ഷരായിട്ടുള്ള സാധാ ജനതയിലേക്കായിരുന്നു. അവർക്ക് സത്യം പറഞ്ഞാൽ എന്ത് ഗാഡ്ഗിൽ റിപ്പോർട്ട്, അവർ ചിന്തിക്കുമ്പോൾ അവരുടെ കിടപ്പാടവും ജീവിത മാർഗവും നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങളെ എതിർക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ലോബികൾ പ്രചരിപ്പിച്ച വ്യാജ വാർത്തകളെ ഇവരെന്ത് ചെയ്തു? അവർ വിശ്വസിക്കുകയും അതുപോലെ തന്നെ അവരതിനെതിരെ ശക്തമായ രീതിയിൽ പ്രതിഷേധിക്കുകയൊക്കെ ചെയ്തു. ഇതെല്ലാം കൊണ്ടാണ് ഈ ഗാഡ്ഗിൽ റിപ്പോർട്ട് നടക്കാതെ വന്നത്. എന്നാൽ കേന്ദ്ര ഗവൺമെന്റ് ഒന്ന് തീരുമാനിക്കുകയുണ്ടായി ഈ ഒരു റിപ്പോർട്ട് ഒന്നും കൂടി വിശദമായിട്ടൊന്ന് പഠിക്കാൻ. അതിനു വേണ്ടിയിട്ട് നിയമിച്ചതാണ് ഈ കസ്തൂരി രംഗൻ കമ്മിറ്റി. നമുക്കറിയുന്ന കാര്യമാണ് കസ്തൂരി രംഗൻ കമ്മിറ്റി. എന്നാൽ ഈ കസ്തൂരി രംഗൻ കമ്മിറ്റി വെസ്റ്റേൺ ഗാട്സിനെ കുറിച്ച് വിശദമായി പഠിച്ച് 2013 അവർ റിപ്പോർട്ട് സർക്കാരിന് നൽകുകയുണ്ടായി. എന്നാൽ കസ്തൂരി രംഗൻ റിപ്പോർട്ട് തികച്ചും ഗാഡ്ഗിൽ റിപ്പോർട്ടിന് എതിരായിരുന്നു. അതായത് ഗാഡ്ഗിൽ റിപ്പോർട്ടിൽ നിർദ്ദേശിച്ചിട്ടുള്ള പല നിയന്ത്രണങ്ങളും കസ്തൂരി രംഗനിൽ അനുവദനീയമായിട്ടുള്ള ഒന്നായിരുന്നു. അതായത് ഈ ഗാഡ്ഗിൽ റിപ്പോർട്ട് പൂർണ്ണമായിട്ടും എക്കോ ഫ്രണ്ട്ലി ആയി തയ്യാറാക്കിയുള്ള റിപ്പോർട്ട് ആണെങ്കിലും കസ്തൂരി രംഗൻ റിപ്പോർട്ടിൽ പല ബിൽഡിങ്ങുകളും അതുപോലെ തന്നെ ഡാമുകളും കെട്ടിപ്പൊക്കാനുള്ള അനുമതി ഒക്കെ അവർ നൽകിയിട്ടുണ്ട്. എന്നാൽ ചില പ്രദേശങ്ങളിൽ ഈ പാറ പൊട്ടിക്കാനും അല്ലെങ്കിൽ മൈനിങ് നടത്താനുമുള്ള അനുമതി കസ്തൂരി രംഗൻ റിപ്പോർട്ടുകൾ നിഷേധിച്ചിട്ടുണ്ടായിരുന്നു.
എന്നിരുന്നാലും ജനങ്ങളെ സംബന്ധിച്ചും അല്ലെങ്കിൽ സർക്കാരിനെ സംബന്ധിച്ച് എടുത്തു നോക്കുകയാണെങ്കിൽ ഈ ഒരു റിപ്പോർട്ട് താരതമ്യേന ആശ്വാസകരമായിട്ടുള്ളതായിരുന്നു, കസ്തൂരി രംഗൻ റിപ്പോർട്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു കസ്തൂരി രംഗൻ റിപ്പോർട്ട് എല്ലാവരും അംഗീകരിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. യഥാർത്ഥത്തിൽ വെള്ളം ചേർത്ത് എഴുതി പിടിപ്പിച്ച ഈ കസ്തൂരി രംഗൻ റിപ്പോർട്ട് ആയിരുന്നില്ല അവിടെ ശരിയായിട്ടുള്ള കാര്യം. അത് മനസ്സിലാക്കാൻ ജനങ്ങൾക്കും സർക്കാരിനും പ്രകൃതിയിൽ നിന്നും വന്ന ദുരന്തങ്ങൾ പഠിപ്പിക്കേണ്ടി വന്നു. ഇത്രയും ദുരന്തങ്ങൾ കഴിഞ്ഞപ്പോൾ, അതായത് ഈ ഇപ്പം പ്രളയം വന്നു അല്ലെ, ഉരുൾപൊട്ടലുകളും എല്ലാം കഴിഞ്ഞപ്പോഴാണ് ആ ഒരു മനുഷ്യനെ നമ്മളെല്ലാം ഓർത്തു തുടങ്ങിയത്. ആരെ? മാധവ് ഗാഡ്ഗിൽ എന്ന ആ വ്യക്തിയെയും അദ്ദേഹത്തിന്റെ വിലപ്പെട്ട വാക്കുകളെയും. ശരിക്കും പറഞ്ഞാൽ ഗാഡ്ഗിൽ റിപ്പോർട്ട് അത് നടപ്പിലാക്കിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ ദുരന്തങ്ങളൊന്നും നടക്കില്ലായിരുന്നു. ഒരു പരിധി വരെ നമുക്കിതെല്ലാം തടയാമായിരുന്നു. അദ്ദേഹം അന്ന് തന്ന മുന്നറിയിപ്പുകൾ നമ്മൾ ചെവി കൊണ്ടിരുന്നെങ്കിൽ ഇന്ന് പല ജീവനുകളും നിലനിന്നേനെ. ഇനിയും സർക്കാർ വെസ്റ്റേൺ ഗാർഡ്സ് സംരക്ഷിക്കാനുള്ള തീരുമാനങ്ങൾ കൈക്കൊണ്ടില്ലെങ്കിൽ ഇതുപോലെ വലിയ വലിയ നഷ്ടങ്ങൾ ഇനിയും സംഭവിക്കാം. വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ നമ്മുടെ ഈ ചാനലിന്റെ അപ്ഡേറ്റ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോകൾ അല്ലെങ്കിൽ അപ്ഡേഷനുകൾ നിങ്ങൾക്ക് ലഭ്യമാവുകയുള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് ഉടൻ കാണാം. അതുവരെ ബൈ.